കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് കണ്ടപ്പോൾ അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. കേരളത്തിലെ മറ്റ് നഗരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വളരെയേറെ സവിശേഷതകളുള്ള ഒരു നഗരമാണ് കൊല്ലം. കൊല്ലം കണ്ടവനില്ലം വേണ്ടെന്നാണ് പഴമൊഴി. ഇന്നത്തെ കൊല്ലം പോലെ ആയിരുന്നില്ല 60കളിലെയും ഏറെക്കുറെ 80കളുടെ ആദ്യ വർഷങ്ങളിൽ വരെയുള്ള കൊല്ലം. നഗരത്തിനുള്ളിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്ന ഏറെക്കുറെ ഒട്ടുമിക്ക ആളുകളും തമ്മിൽ നേരിട്ട് പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും പരസ്പരം അറിയുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെയും വേഷം കെട്ടലുകളും ജാടകളൊന്നും കൊല്ലക്കാർക്കിടയിൽ ചെലവാകില്ല. ഇതിനിടയിൽ കൂടി മറ്റ് ഏതൊരു പ്രദേശത്തെയും പോലെ ചതിയും വഞ്ചനയും പാരവയ്പും എല്ലാം ഉണ്ടെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുന്ന ഒരുതരം നേരേവോ സംസ്കാരമായിരുന്നു കൊല്ലത്തിൻ്റെ സ്വഭാവ സവിശേഷത. ഇപ്പോൾ മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും വേണ്ട എന്ന് വെച്ചാൽ കൂടി പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴിത് പറയാൻ കാരണം 3 കൊല്ലക്കാരാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിൽ 2 പേർ സിനിമാ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നവരും മൂന്നാമൻ നിരവധി സിനിമകളിൽ തൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ള ആളുമാണ്. ഇവരിൽ പ്രായം കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കൊണ്ടും മുതിർന്നയാളും വിദ്യാർത്ഥി രാഷ്ട്രീയം ജീവിതകാലം മുതൽ കൊല്ലത്തുകാർക്കൊക്കെ സുപരിചിതനായ കൊല്ലം അയത്തിൽ സ്വദേശിയും കാമ്പിയിൽ വീട്ടിൽ ഉണ്ണിത്താൻ്റെ മകനുമായ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. രണ്ടാമൻ കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ സ്ഥാപകനും അടുപ്പക്കാരൊക്കെ മാപ്പണ്ണൻ എന്ന് വിളിച്ചിരുന്ന ഒ മാധവൻ ചേട്ടൻ്റെയും വിജയകുമാരി ചേച്ചിയുടെയും മകൻ മുകേഷാണ്. മൂന്നാമൻ ഇരവിപുരം തെക്കൈവിള ചേരിയിൽ പഴയ ലക്ഷ്മി ടൂറിസ്റ്റ് ഹോം ഉടമ ഗോപിയണ്ണൻ എന്ന അടുപ്പക്കാർ വിളിച്ചിരുന്ന ഗോപിനാഥൻ പിള്ളയുടെ മകൻ സുരേഷ് ഗോപി. കൊല്ലം നഗരത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും അകാലങ്ങളിൽ ജീവിച്ചിരുന്നവരുമായ 60 വയസ്സിന് മുകളിലുള്ള ബഹുഭൂരിപക്ഷം പേർക്കും ഇവർ മൂവരുടെയും രാഷ്ട്രീയ അഭിനയ ജീവിതത്തിലെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കൈവെള്ളയിലെ വരകൾ പോലെ സുപരിചിതമാണ്. മുകേഷ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മത്സരിക്കുന്നു. സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ മത്സരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ UDF സ്ഥാനാർത്ഥിയായി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് മത്സരിക്കുന്നു. ചുരുക്കത്തിൽ 3 പേരും 3 രാഷ്ട്രീയ പ്രസ്ഥാനത്താണ് മത്സരിക്കുന്നത്. LDFും UDFും NDAയും. വളച്ചു കിട്ടുന്നില്ല. വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സംഭവമാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് തൃശ്ശൂർ നഗരത്തിൽ നടന്ന നാമസങ്കീർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് സുരേഷ് ഗോപി ഒരു വേഷം കെട്ടൽ നടത്തി. പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് വടക്കുംനാഥനെ വലം വയ്ക്കുന്നതിനെ ഒരു കാലത്തും ഒരിക്കലും കുറച്ച് കാണുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ എല്ലാ ബഹുമാനത്തോടും കൂടി ആദരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ സുരേഷ് ഗോപി ജനിച്ചു വളർന്ന കൊല്ലം നഗരത്തിൽ തൃശ്ശൂർ വടക്കുംനാഥൻ ക്ഷേത്രത്തേക്കാൾ പ്രാചീനമായ പ്രസിദ്ധമായ പഞ്ചമഹാശിവ ക്ഷേത്രങ്ങളുണ്ട്. ആനന്ദവല്ലീശ്വരം, രാമേശ്വരം, മണലീശ്വരം, കാപാലീശ്വരം, ചിറ്റാടീശ്വരം എന്നൊക്കെയാണിത്. ഇതിൽ ഏതൊക്കെയോ കാരണങ്ങളാൽ നശിക്കപ്പെട്ടു പോയ കാപാലീശ്വരം ശിവക്ഷേത്രം ഇന്ന് പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 5 ക്ഷേത്രങ്ങൾ കൂടാതെ കൊല്ലത്തും പരിസരങ്ങളിലുമുള്ള ശിവഭക്തന്മാരുടെ പതിവ് ആരാധനാ കേന്ദ്രങ്ങളിലൊന്നാണ് അഷ്ടമുടിക്കായലിന് അഭിമുഖമായിരിക്കുന്ന മാർക്കണ്ഡേയ പുരാണത്തിൽ വരെ പരാമർശിക്കപ്പെടുന്ന തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം. ജനിച്ചു വളർന്ന നാട്ടിലെ പ്രാചീനവും പ്രസിദ്ധവുമായ മഹാക്ഷേത്രങ്ങളോട് ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും ഹിന്ദുബാധ പിടികൂടിയതിന് ശേഷം പോലും കാണിക്കാത്ത സാംസ്കാരിക തലസ്ഥാനമായ വടക്കുംനാഥൻ്റെ മണ്ണിൽ ഇന്നലെ കാണിച്ചു കൂട്ടിയതുമായ സ്വഭാവ സവിശേഷത്തിൻ്റെ പേര് ഭക്തി എന്നല്ല, ഭക്തിയുടെ പേരിലുള്ള വെറും വേഷം കെട്ടൽ, അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ ഒരുളുപ്പുമില്ലാത്ത തനി കാപട്യ നാടകമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലെന്നാണ് കൊല്ലത്തുകാരനായ എൻ്റെ സ്നേഹിതൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇപ്പോൾ തൃശ്ശൂരിൽ വോട്ടിനു വേണ്ടി സർവമത ദേവാലയങ്ങൾക്കും വാരിക്കോരി സഹായ വാഗ്ദാനങ്ങളും നേർച്ചകളും നൽകുന്ന ഇദ്ദേഹത്തെ മണലീശ്വരം ശിവക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2004
കാണാൻ പോയ കമ്മിറ്റിക്കാർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ച് തൽക്കാലം വിവരിക്കുന്നില്ലെന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ നടന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ കിരീടം സമർപ്പിക്കുന്നത് പോലെയുള്ള കപട നാടകങ്ങൾ അരങ്ങേറ്റം നടത്തിയത്. മിസ്റ്റർ സുരേഷ് ഗോപി, വടക്കൻ ജില്ലകളിലുള്ളവരുടെ മനസ്സിൽ തെക്കരെക്കുറിച്ച് എന്തെങ്കിലും അവമതിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ കാലാകാലങ്ങളിൽ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു ഉളുപ്പും കൂടാതെ ഇതുപോലെയുള്ള എന്ത് തരംതാണ പണിയും ചെയ്യാൻ തയ്യാറുള്ളവരായിരുന്നു. ഒരു സംശയമില്ല. 45 വർഷം ചവിട്ടി നടന്ന കൊല്ലത്തിൻ്റെ മണ്ണ്, കുടിച്ച വെള്ളം, ശ്വസിച്ച വായു എന്നിവ സമ്മാനിച്ചതാണ് ഇന്ന് ജീവിതത്തിൽ കാണുന്ന എല്ലാ ഗുണവും ദോഷങ്ങളും. ഇന്നും ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഒരു കൊല്ലക്കാരനായി തന്നെ അറിയപ്പെടാൻ കഴിയുന്നതിൽ എൻ്റെ സ്നേഹിതൻ അഭിമാനിക്കുന്നു. അതോടൊപ്പം ആ അഭിമാനം താങ്കളെപ്പോലുള്ളവരുമായി പങ്കിടേണ്ടി വരുന്നല്ലോ എന്നോർത്ത് ദുഃഖവും ലജ്ജയും തോന്നുന്നുവെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ തീർച്ചയായും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായും പറയണം, കുറിക്കണം.